എറണാകുളം മൂഴിക്കുളത്ത് കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞു കൊന്ന കേസിൽ അമ്മയുമായി തെളിവെടുപ്പ് നടക്കുകയാണ്. ആജ്ഞ രവീന്ദ്രൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, തെളിവെടുപ്പ് ആരംഭിച്ചോ? എന്താണ് വിവരങ്ങൾ? ആജ്ഞ, തെളിവെടുപ്പ് ആരംഭിച്ചോ? എന്താണ് വിവരങ്ങൾ? എറണാകുളം മൂഴിക്കുളത്ത് 3.5 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞു കൊന്ന കേസിലെ പ്രതി കുഞ്ഞിൻ്റെ അമ്മയെ തെളിവെടുപ്പിനായി എത്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ പെൺകുഞ്ഞ് നിരന്തരമായ പീഡനത്തിന് ഇരയാക്കപ്പെട്ടിരുന്നു. പിതൃസഹോദരനാണ് പെൺകുട്ടിയെ പീഡിപ്പിക്കുകയും ചെയ്തത്. പിതൃസഹോദരനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുവാനാണ് പോലീസിന്റെ നീക്കം. ഒപ്പം അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിട്ടുണ്ട്. 22 അംഗങ്ങൾ ഉള്ള പോലീസ് സംഘമായിരിക്കും ഈ കേസ് അന്വേഷിക്കുക. എന്തായിരുന്നു ഈ കൊലയിലേക്ക് എത്തിച്ചത്, അതിന് പ്രേരണയായത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. അമ്മയുടെ മൊഴി പ്രകാരം ഈ കുഞ്ഞ് പീഡനത്തിന് ഇരയായിരുന്നു എന്ന കാര്യം അറിയില്ല എന്നുള്ളതാണ്. ഒപ്പം ഭർത്താവ് മറ്റൊരു വിവാഹത്തിന് ശ്രമിച്ചിരുന്നു. കുട്ടിയെ രണ്ടാനമ്മ നോക്കുന്നത് തനിക്ക് താങ്ങാനാകുമായിരുന്നില്ല തുടങ്ങിയ മൊഴിയൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ആജ്ഞ, തെളിവെടുപ്പ് ആരംഭിച്ചോ? അഭിലാഷ്, തെളിവെടുപ്പിനായി കുട്ടിയുടെ അമ്മയെ കൊണ്ട് നേരെ മൂഴിക്കുളം പാലത്തിലേക്ക് പോലീസ് യാത്ര തിരിച്ചിരിക്കുകയാണ്. മൂഴിക്കുളം പാലത്തിൽ നിന്നാണ് കുഞ്ഞിനെ അമ്മ വെള്ളത്തിലേക്കിട്ട് കൊലപ്പെടുത്തിയത്. മൂഴിക്കുളം പാലത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പുകൾ നടക്കുക. എന്തായാലും അതിനുള്ള തെളിവെടുപ്പിനുള്ള നീക്കം തുടങ്ങി കഴിഞ്ഞു. കുഞ്ഞിന്റെ അമ്മയും കൊണ്ട് നേരെ ഇപ്പോൾ മൂഴിക്കുളം പാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോലീസ്. നേരത്തെ തന്നെ മൊഴിയുടെ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അമ്മ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ഭർത്തൃ വീട്ടിൽ തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു, കുഞ്ഞുങ്ങളെ മാത്രം കൺസിഡർ ചെയ്യുകയും തന്നെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നു, കുഞ്ഞുങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നു, അതായത് താൻ ആ വീട്ടിലെ ആരുമല്ല എന്നുള്ള നിലയിൽ പെരുമാറുകയും കുഞ്ഞുങ്ങൾ തന്റെ ആരുമല്ല, കുഞ്ഞുങ്ങളെ തന്നിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ള നീക്കങ്ങളൊക്കെ, അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഭർത്തൃ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അങ്ങനെയാണ് താൻ കുഞ്ഞിനെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക്. മാത്രമല്ല, ഈ ഭർത്താവ് തന്നെ ഒഴിവാക്കി വേറെ വിവാഹം കഴിക്കുമെന്ന് പറയുന്നു. അത്തരം നീക്കങ്ങളൊക്കെ ഭർത്താവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അത് രണ്ടാനമ്മയോടൊപ്പം കുഞ്ഞ് ജീവിക്കേണ്ടുന്ന സാഹചര്യമുണ്ട് എന്ന് ദുസ്വപ്നം കാണുന്നു. അത് രണ്ടാനമ്മയോടൊപ്പമുള്ള ദുരിത ജീവിതം കുഞ്ഞിനുണ്ടാവരുത് എന്ന് കരുതിയാണ് താൻ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നാണ് അമ്മയുടെ മൊഴി. അതേസമയം പീഡനത്തിന്റെ വിവരം അമ്മയ്ക്ക് അറിയില്ല എന്ന് തന്നെയായിരുന്നു അമ്മ മൊഴി ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിയും അത് തന്നെയായിരുന്നു പറഞ്ഞ അമ്മയുടെ അറിവോടെയല്ല കുഞ്ഞിനെ പീഡിപ്പിച്ചത് എന്ന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിയും വ്യക്തമാക്കിയിട്ടുള്ളത്. അഭിലാഷ്, ഇപ്പോൾ എന്തായാലും തെളിവെടുപ്പ് നടക്കുകയാണ്. തെളിവെടുപ്പിനുള്ള ഒരു 2-3 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ മൂഴിക്കുളം പാലത്തിലേക്ക് ഇനിയും എത്തിച്ചേരാൻ. എന്തായാലും അവിടേക്ക് ഇപ്പോൾ എത്തിച്ചേരുകയാണ് പോലീസ്. അവിടെ നിന്നുമാണ് ഇനി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. അമ്മയുമായി തെളിവെടുപ്പുള്ള നീക്കങ്ങൾ പോലീസ് തുടങ്ങിക്കഴിഞ്ഞു. അതേസമയം പീഡനത്തിലെ പ്രതിയെ, അതായത് കുട്ടിയുടെ ചെറിയതിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം പോലീസ് തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് തന്നെ പ്രതിക്കുള്ള കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുമെന്നാണ് പുത്തൻകുരിശ് പോലീസും അറിയിച്ചിട്ടുള്ളത്. അന്വേഷണ സംഘത്തെ വിപുലീകരിച്ചിട്ടുണ്ട്. 22 അംഗ അന്വേഷണ സംഘമാണ് ഉള്ളത്. അതിൽ വനിതകളെ കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അന്വേഷണ സംഘം വിപുലീകരിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. സൈബർ പോലീസും സംഘത്തിലുണ്ട്. 2 ഡിവൈഎസ്പിമാർ ഉൾപ്പെടെയുള്ള സംഘമാണ്. അതായത് പുത്തൻകുരിശ് ഡിവൈഎസ്പിയും ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം പുരോഗമിക്കുക. ആലുവ റൂറൽ എസ് പി ഹേമലത അന്വേഷണത്തിന് നേതൃത്വം നൽകും. വാർത്തയുടെ വിശദാംശങ്ങളാണ് ആജ്ഞ രവീന്ദ്രൻ നൽകിയത്.